ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മേഫും ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മത്തനും പയറും കൊണ്ടൊരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതേ രീതിയിൽ മത്തനും പയറും വെച്ച് കറി ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ പയറും മത്തനും കൊണ്ട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ഇവിടെ സാധാരണ കറി വയ്ക്കുന്ന 1 കപ്പ് ചെറിയ പയർ എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുത്തതാണ്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മത്തങ്ങ റെഡിയാക്കിയെടുക്കാം. ഇത് മത്തങ്ങ പുറത്തെ തൊലിയും അകത്തെ കുരുവും കളഞ്ഞ് 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകി മുറിച്ചെടുത്തതാണ്. 1 കപ്പ് ചെറുപയറിന് 1 കപ്പ് മത്തങ്ങ എന്ന കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, അവസാനമായി 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യത്തെ പിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 3 പിസിലും ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നത് വരെ 15-20 മിനിറ്റ് വരെ ആ സമയം കൊണ്ട് മറ്റു ചില ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. അതിനായി ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും അതിനോടൊപ്പം തന്നെ 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കൂടെ കുറച്ച് വെച്ചിട്ട് ഈ തേങ്ങയുടെ വെള്ളമയമൊക്കെ ഒന്ന് മാറി കൈയെടുക്കാതെ 5-6 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് ഇളക്കി ഈ പരുവമായി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു കാരണവശാലും ഇതേ ഫ്രൈ പാനിൽ തന്നെ തേങ്ങ വെച്ചിരിക്കല്, അതിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തണുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിനായി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് തണുക്കാൻ വച്ചിരുന്ന തേങ്ങ മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊരു നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന മത്തങ്ങയും ചെറുപയറും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തവി കൊണ്ട് പ്രസ് ചെയ്ത് കുറച്ച് മത്തങ്ങയും പയറൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ മത്തങ്ങയും പരിപ്പും ഒരുവിധം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടൊന്നും ഉടച്ചെടുക്കേണ്ട, ഇതിൽ കുറച്ച് കഷ്ണങ്ങൾ വേണം. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 3-4 വറ്റൽമുളക് ചേർത്ത് 4-5 സെക്കൻഡ് മാത്രം ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തുടർച്ചയായിട്ട് ഇളക്കുക. ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വേണം ഇളക്കാൻ. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് 10-15 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും ചെറുപയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അത് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചേർത്താൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ നിന്നും അല്പവും കൂടെ കൂട്ടി വെച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കിയെടുത്ത് ഇത് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാക്കണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെ മാത്രം മതിയാകും. ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം തീ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് ഇത് സെർവ് ചെയ്യാൻ സമയമാവുമ്പോൾ നല്ലപോലെ കുറുകിയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നും മത്തങ്ങയും ചെറുപയറൊക്കെ ഒരേ രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുക്കറിൽ വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബായ് ബായ്.